എക്സിറ്റ് പോൾ ഫലങ്ങൾ എക്സാക്റ്റ് ആകണമെന്നില്ല. എന്നിരുന്നാലും ചില സൂചനകൾ ചിലരെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ഉദാഹരണത്തിന് LDFും BJPയും തമ്മിലുള്ള വോട്ട് പെർസെൻറ്റേജ് അത് ചില എക്സിറ്റ് പോളുകളിൽ 2% എന്നാണ് പറയുന്നത്. അത് സത്യമാകാനിടയുണ്ടോ? ഉണ്ടെങ്കിൽ അത് വരുത്തിയേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും? സാധ്യത വളരെ കുറവാണ്. കാരണം ഇപ്പോൾ പറയുന്ന LDF അല്ലെങ്കിൽ ഇവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി വന്നാൽ 22% എന്നൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ തന്നെ 3ആയിട്ട് ഉപയോഗിച്ചാൽ തന്നെ വരത്തില്ല, വ്യത്യാസം വരത്തില്ല. പിന്നെ ഈ ഒഴുക്ക് എങ്ങോട്ട് എന്നുള്ളതിനെ പറ്റി നമുക്ക് അത്ര പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതുപോലെ ധരിച്ചിരുന്നതാണ് ത്രിപുരയിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ്. ത്രിപുരയിലെ BJP അധികാരത്തിൽ വരുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. കാരണം അവർ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വരും, പ്രത്യേകിച്ച് സംഘപരിവാർ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വരും. അപ്പോൾ അതിനൊരു സാധ്യതയില്ലെന്ന് പറഞ്ഞാൽ 27% വരുന്ന ആദിവാസി വോട്ടുകൾ ഒരു വളരെ കാലം കൊണ്ട് ത്രിപുരയിൽ. അപ്പോൾ ആ ഒരു ഇത്രയും ശതമാനം വരുന്ന വോട്ടിനെ പെട്ടെന്ന് എടുത്തങ്ങോട്ട് മാറ്റി വെക്കാനൊന്നും ആർക്കും സാധ്യമല്ല എന്നുള്ളൊരു തോന്നൽ. പക്ഷേ അവിടെ അങ്ങനെ സംഭവിച്ചു. അത് എന്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചു? അത് സംഘപരിവാറിൻ്റെ 1-2 കൊല്ലത്തെ കൃത്യമായ പ്രവർത്തനം എന്നൊക്കെ പിന്നെ അവർ പറയുന്നുണ്ടായിരുന്നു. അവരുടെ കോളനികളിൽ കയറി ഒരു 15 പേർക്ക് ഒരാൾ വെച്ച് ആൾക്കാരെ കൺവീൻസ് ചെയ്യിക്കുന്നതിന് വേണ്ടി അവർ ശ്രമം നടത്തിയത് വിജയിച്ചു എന്നാണ് പറഞ്ഞത്. കേരളത്തിൽ അത്രത്തോളം ഒരു പ്രവർത്തനം ഉണ്ടെന്ന് നമുക്കെങ്ങും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ 10 കൊല്ലം കൊണ്ട് CPMന് ഭരണത്തിലിരിക്കുകയും ഈ അടുത്ത കാലത്തായിട്ട് 2ാമത്തെ ഭരണം വന്നതിന് ശേഷം CPMനകത്ത് ഉണ്ടാകുന്ന അഴിമതി, അത് ശരിയോ തെറ്റോ, അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്, അത് സാധാരണ ജനങ്ങളിലേക്ക് പോലും ചർച്ചയാവുന്ന ഒരു വിഷയം. മാധ്യമങ്ങൾ ഒന്നടങ്കം, ദൃശ്യമാധ്യമങ്ങളും അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളും ഒക്കെ ഒന്നടങ്കം ഈ അഴിമതി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ YouTube പോലുള്ള ചാനലുകൾ. അപ്പം വളരെ കൂടുതൽ ചാനലുകൾ ഏറ്റവും കൂടുതൽ സജീവമായിട്ടുള്ള കേരളം. ആ കേരളത്തിൽ ഇപ്പം അവർ ഉപദ്രവിക്കാൻ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ CPMനെയാണ്, അല്ലെങ്കിൽ അവരുടെ ഭരണത്തെയാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്കെതിരായിട്ട് എന്തെങ്കിലും വിഷയം ചർച്ച ചെയ്യുന്ന സ്വാഭാവികമാണ്. പിന്നെ 2ാമത് BJPയാണ്. അപ്പം ഈ ഒരു ചർച്ച അത് പല ഘട്ടങ്ങളിലായിട്ട് അപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരവസ്ഥ, ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരവസ്ഥ. എല്ലാം ഇപ്പം വിലക്കയറ്റം ഉണ്ടായാലും പിണറായി വിജയൻ്റെ കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലും പിണറായിയുടെ കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ പെൻഷൻ കിട്ടാതെ ഒരു പിണറായി വിജയൻ്റെ കുഴപ്പം കൊണ്ടാണ്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ പറയത്തുള്ളൂ. കാരണം ഭരണത്തിലിരിക്കുന്ന ആളുടെ ഉത്തരവാദിത്തമാണല്ലോ ഒരു രാജ്യത്തിൻ്റെ നേരായിട്ടുള്ള നടത്തിപ്പെന്ന് പറയുമ്പോൾ. അപ്പം ആ രീതിയിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ ഇവിടുത്തെ നമ്മൾ ഈ പറയുമ്പോൾ ശതമാന കണക്ക് നോക്കാൻ പറ്റുമോ, 26% വരുന്ന ഈഴ വോട്ടിനകത്ത് 15% കിട്ടിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് CPM. ബാക്കിയുള്ള പട്ടികവർഗം അല്ലെങ്കിൽ നായന്മാരുടെ എല്ലാം വോട്ട് പൂർണ്ണമായിട്ടും കിട്ടുന്നില്ലെങ്കിലും അതിൻ്റെ ഒരു ശതമാനം, അതായത് ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു വോട്ടുകൾ കൊണ്ട് ഹിന്ദു പാർട്ടി തന്നെയാണ്. BJP അല്ല ഹിന്ദു പാർട്ടി. വോട്ടിന്റെ ശതമാനം നോക്കുമ്പോൾ CPM ആണ് ഹിന്ദു പാർട്ടി. അപ്പം BJPയുടെ ആദ്യത്തെ ഒരു പരിവർത്തനം എന്ന് പറയുമ്പോൾ ഹിന്ദു വോട്ടുകളുടെ മാറ്റമാണ് BJPയുടെ ആദ്യത്തെ വളർച്ച. പിന്നെ ആ വളർച്ചയ്ക്കകത്ത് കൂടിച്ചേരലുകൾ ഉണ്ടാകുന്നതാണ് നമ്മൾ ഈ പറയുന്ന പോലെ ന്യൂനപക്ഷം, അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷം, ക്രിസ്ത്യൻ ന്യൂനപക്ഷം ഒക്കെ ഗോവയിലൊക്കെ കൊണ്ട് കൂടിച്ചേരലുണ്ടാകും. കാരണം അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. കാരണം ഇവരുടെ കൂടെ ചേർന്ന് നിന്നാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇവർക്കെതിരെ നടക്കുന്ന പ്രചരണങ്ങളൊന്നും ശരിയല്ല, അത് ഈ രാഷ്ട്രീയ പാർട്ടി അതെ അങ്ങനെ കൂടിച്ചേരാം. പക്ഷേ ആദ്യത്തെ പരിവർത്തനം നടക്കേണ്ടത് ഹിന്ദു വോട്ടുകളുടെയാണ്. ആ ഹിന്ദു വോട്ടുകളുടെ പരിവർത്തനം നടന്നാൽ അത് ആദ്യമേ ബാധിക്കാൻ പോകുന്നത് നമ്മളീ പറയുന്ന CPMനെ തന്നെയാണ്. കാരണം ഈ നായർ വോട്ടുകൾ ഒരു പരിധിവരെ ഇല്ലാത്ത സമയത്തും ഈ നമ്മളീ പറഞ്ഞ സവർണ വോട്ടുകൾ അത് BJPക്ക് സവർണ പാർട്ടിയാണെന്നുള്ള രീതിയിലുള്ള പ്രചരണമാണല്ലോ ആദ്യം നടത്തിക്കൊണ്ടിരുന്നത്. അതിന് കാരണം ഈ നമ്മൾ പറഞ്ഞ മുന്തിയ നായന്മാർ, സമ്പന്നരായിട്ടുള്ള നായന്മാർ, അവർക്ക് രാഷ്ട്രീയം കൊണ്ട് വലിയ ലാഭമൊന്നുമില്ല, എന്നാൽ ഈ ഐഡിയോളജി ദേശസ്നേഹമൊക്കെ വെച്ചുള്ള ഐഡിയോളജിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നിന്നാണ് കേരളത്തിലെ ആദ്യത്തെ BJP എന്ന് പറഞ്ഞത്. അതൊരു 4%, 2% ഒക്കെ വരത്തുള്ളൂ. കാരണം നമുക്കൊക്കെ പല ബൂത്തുകൾ മരിച്ചു വയ്ക്കുമ്പോൾ 4-5 വോട്ടുകൾ വരെ വന്നിരുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം BJP കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ കേരളത്തിലെ BJPയുടെ പ്രവർത്തനം കുറവാണെങ്കിൽ പോലും BJP കോളനികൾ കേന്ദ്രീകരിക്കുകയാണ്. BJP അതുപോലെ സാധാരണക്കാരിലേക്ക് പോവുകയാണ്. BJP സവർണരിലേക്ക്. അപ്പം നരേന്ദ്രമോദി വന്നതിന് ശേഷം
OBC വിഭാഗത്തിൻ്റെ വലിയൊരു മാറ്റം ഇന്ത്യയിലുടനീളം സംഭവിച്ചിട്ടുണ്ട്. അത് എല്ലാ സംസ്ഥാനങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ സവർണ വോട്ടുകൾ അതിന് വേണ്ട പരിഗണന കൊടുക്കുന്നതിനപ്പുറം അവർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖലകളിൽ അവർ കടന്നു ചെന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം തന്നെ 20% വരുന്ന ആദിവാസി വോട്ടെന്ന് പറഞ്ഞാൽ അത് ആദിവാസി ഊരുകളിൽ BJP നടത്തിയ RSS നടത്തുന്ന പ്രവർത്തനം അത് ആരും അറിയുന്നില്ലായിരുന്നു, വളരെ ദീർഘം. അപ്പം UP യിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, UP യിൽ ജാതി രാഷ്ട്രീയം മാറ്റിയെടുത്തത് അങ്ങനെയാണ്. അപ്പം ഈ OBC വിഭാഗത്തിൽ അത് അതിദരിദ്രം എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ഈ പിന്നോക്കത്തിൻകാരുടെ വീട്ടിൽ പോലും അവരെ കയറ്റത്തില്ല, അതിദരിദ്രം. അതാണ് നമ്മുടെ രാഷ്ട്രപതിയായിട്ട് കോവിന്ദ് പുള്ളി അതിദരിദ്രൻ. അദ്ദേഹത്തെ രാഷ്ട്രപതി ആക്കിയതോടുകൂടി ആ വിഭാഗത്തിന്റെ വോട്ട് മൊത്തം കിട്ടി. ഇതൊക്കെ നേരത്തെ മായാവതി കിട്ടിക്കൊണ്ടിരുന്ന, ഇപ്പോഴത്തെ രാഷ്ട്രപതി അതുകൊണ്ട് കിട്ടിയെന്നല്ല, അദ്ദേഹത്തെ രാഷ്ട്രപതി ആക്കാൻ തയ്യാറാവുന്ന ഒരു പാർട്ടി നരേന്ദ്രമോദിയും അതിന്റെ പാർട്ടിയുണ്ട്. സന്ദേശം വലുതാണ്. ഇപ്പോഴത്തെ രാഷ്ട്രപതിയുടെ കാര്യം നമ്മൾ പരിശോധിക്കണം. ഇപ്പോഴത്തെ രാഷ്ട്രപതി ആദിവാസി വിഭാഗത്തിൽ നിന്ന് വരുന്ന സ്ത്രീയാണ്. ഇതിനും ഈ 75 കൊല്ലത്തിനകത്ത് വേറെ പാർട്ടി ചങ്കൂട്ടം കാട്ടിനെ ആലോചിച്ചിട്ടില്ല. അതുപോലെ ഇവരുടെ മുഖ്യമന്ത്രിമാരൊക്കെ ഇപ്പോൾ OBC വിഭാഗത്തിൽ നിന്നുള്ളത് കൃത്യമായിട്ട് RSS ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ നമ്മൾ പരിശോധിക്കേണ്ട. അതുപോലെ പിന്നെ ഈ ആദിവാസി വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള പിന്നോക്കത്തിൽ നിന്നുള്ള എത്ര ഗവർണർമാരുണ്ടെന്ന് വെച്ചാൽ രാജ്യത്ത് വലിയൊരു പരിവർത്തനം സംഭവിക്കാൻ കാരണം ഇവർ പറയുന്നല്ലോ ഗാന്ധിജി അവഹേളിക്കാനാണ് ഇദ്ദേഹം നിന്നതെന്ന്. ഗാന്ധിജി പറഞ്ഞ അവസ്ഥയിലേക്ക് ഈ രാഷ്ട്രത്തെ കൊണ്ടുപോവുക, അതായത് സാധാരണക്കാരന്റെ കൈകളിലേക്ക് രാഷ്ട്രത്തെ കൊണ്ടുപോവുക. ഉന്നത അല്ലെങ്കിൽ വലിയ വലിയ പദവികൾ വഹിക്കുന്നതൊക്കെ വളരെ സാധാരണക്കാർ, പത്മശ്രീ കൊടുക്കുന്നത് സാധാരണക്കാരൻ. ഇതൊക്കെ പരിശോധിക്കണേ. ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. ഊരുകളിലേക്ക് എത്തി തുടങ്ങി. അംഗീകാരം എത്തി തുടങ്ങി. നമുക്കറിയാലോ ഇവിടുത്തെ രാമൻ എന്ന് പറയുന്ന കർഷകൻ, അതായത് അങ്ങനത്തെ ആൾക്ക് ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനപ്പുറം ആർക്ക് കിട്ടിയിട്ടുണ്ട് പോലും പലർക്കും ഇല്ലായിരുന്നു. അതെ, ആർക്ക് കിട്ടിയിട്ടുണ്ട് സാർ. അപ്പം ആ രീതിയിലേക്ക് മാറ്റം വരികയാണ്. അപ്പം ഞാനീ പറഞ്ഞ കേരളത്തിലെ ഈ 2% വ്യത്യാസമെന്ന് നമുക്ക് റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവുന്നെങ്കിൽ പിന്നെ അത് വളരെ അപകടത്തിലേക്കാണ് CPM-ന്റെ. കാരണം CPM ഇവിടെ ഉണ്ടായിരുന്ന CPM പോലും അപ്രത്യക്ഷമാവുമോ എന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയിലേക്ക് വരും. ഇതിനകത്ത് നമ്മൾ ഈ കോൺഗ്രസ് ഇന്നത്തെ അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിപ്പെടുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നില്ല. ഒരു 10-30 കൊല്ലം മുമ്പ് ചിന്തിക്കാനേ കഴിയില്ലായിരുന്നു. തിരിച്ച് വന്നിട്ട് ഈ രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്തുള്ള ഈ പിന്നെ അഴിമതി ആരോപണങ്ങളും വഴിവിട്ട കാര്യങ്ങളും ഒക്കെ കൂടി അത് ചെളിക്കൂട്ടായി മാറ്റി ഭാരതത്തിൻ്റെ നല്ലൊരു ഭാഗത്തെ വിശേഷിച്ചും ഈ ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയൊക്കെ ഇവർ ചെളിക്കുണ്ടാക്കി മാറ്റിയോ അവിടങ്ങളിലാണ് ആദ്യം താമര വിരിഞ്ഞത്. ഇതേപോലെ തന്നെയാണ് വാസ്തവത്തിൽ ബംഗാളിലും. പിന്നെ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ത്രിപുരയിൽ അത്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ നോക്കുമ്പോൾ അത് നമുക്ക് മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ശരീരഭാഷ കൊണ്ടും നാവിൻ തുമ്പത്ത് നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഭാഷയിലും അഹങ്കാരം പിന്നെ പല CPM നേതാക്കളിലും വളരെ കൃത്യമായി തന്നെ തെളിഞ്ഞു കാണുന്നുണ്ട്. അത് ഒരുപക്ഷെ ജനങ്ങളിലുണ്ടാക്കിയ ഒരു മാറ്റവും ഒക്കെ ആയിരിക്കാം. ചിലപ്പോൾ ഈ 2% വന്നത് ശരിയാണെങ്കിൽ ചിലപ്പോൾ വഴിവെട്ടി തെളിക്കുന്നത് അതിനകത്ത് ഈ വോട്ടിംഗ് ശതമാനത്തിന് അത് 2% വന്നാൽ അപകടത്തിലേക്കുള്ള സൂചന. മറ്റേത് കോൺഗ്രസിന് ഇപ്പൊ കഴിഞ്ഞ 2019 ഭൂരിപക്ഷം വരുന്നതിനകത്ത് അത് വേറെ സാധനം, വേറെ ഒരു ഈ ചിന്താഗതിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ BJP-യെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ഗവൺമെന്റ് പറഞ്ഞു. അതിനകത്ത് ഇവിടുത്തെ ക്രിസ്ത്യാനിക്കും ആഗ്രഹം തന്നെയാണ്, മുസ്ലിമിനും ആഗ്രഹം തന്നെയാണ്. അപ്പോൾ കോൺഗ്രസിനെ വോട്ട് അഡമന്റായിട്ട് ചെയ്തു വരും. അതുകൊണ്ട് കഴിഞ്ഞവർ ഈ പ്രാവശ്യവും ഇവിടുത്തെ പ്രചരണം മനോരമയുടെ അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരൻ പരിശോധിക്കുന്ന അതാണല്ലോ. അവർ ഇപ്പോൾ അതിനപ്പുറം ഒരു പരിശോധനയ്ക്കോ അല്ലെങ്കിൽ തിരക്കലിനോ ഒന്നും പോകത്തില്ല. മനോരമയുടെ ഒരു പ്രചരണം കൃത്യമായിട്ട് കോൺഗ്രസിന് വീണ്ടും അവിടെ മൊത്തം തകരാൻ പോകുന്നു, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ള അത് ഇവിടുത്തെ സീറ്റുകളെങ്കിലും പിടിച്ചിരിക്കും. അതുകൊണ്ട് ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ കൂടെ വന്ന് ആ വോട്ട് ഭൂരിപക്ഷത്തിലേക്ക് വരുന്നതാണ്. അത് നമുക്ക് കണക്കാക്കേണ്ട കാര്യമില്ല. പക്ഷേ വോട്ടിംഗ് പെർസെൻറ്റേജിനകത്ത് ഈ പറഞ്ഞ ശതമാനക്കണക്കാണ് വരുന്നതെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതെ, ഇത് നേരത്തെ പശ്ചിമ ബംഗാൾ സംഭവിച്ചതാണ്. പശ്ചിമ ബംഗാൾ 60% വോട്ടുണ്ടായിരുന്ന പാർട്ടി 2% കുറഞ്ഞപ്പോൾ പരിശോധിക്കാതെ പോയി. വീണ്ടും ഓരോ ഇലക്ഷൻ 2% കുറഞ്ഞ പരിശോധിക്കാതെ പോയി 19% വന്ന് പരിശോധിക്കാൻ തുടങ്ങി. ഇപ്പം പരിശോധിച്ചിട്ടൊരു കാര്യമില്ല. അവിടെയും സംഭവിച്ചത് ഹിന്ദു വോട്ടുകളെ CPM കൈവിട്ടു. ഹിന്ദു വോട്ടുകളെ പരിഗണിക്കാതെ പോയി. 20% വരുന്ന മുസ്ലിം വോട്ടുകളെ അവരുടെ വോട്ട് ഒന്നിച്ച് നിൽക്കുമെന്ന് കണ്ട് അവരുടെ അവകാശങ്ങൾ അവരുടെ ധിക്കാരത്തിൻ്റെയും പുറകെ പോയി, അല്ലെങ്കിൽ അവരെ നിർത്താൻ വേണ്ടി ഇവരെ പരിഗണിക്കാതെ പോയാണ് പശ്ചിമ ബംഗാൾ CPM പോയത്. ആ പരിഗണന അവർക്ക് വിശ്വാസമുള്ള മമതയിലേക്ക് വന്നു. മമത ഇപ്പൊ അതേ ലൈനിലാണ് പോകുന്നത്. അതേ ലൈനിലാണ് പോകുന്നത്. അവിടുത്തെ ഹിന്ദുക്കളെ കൈവിട്ടാണ് പോകുന്നത്. മമതയുടെ കയ്യിൽ നിന്ന് അവിടുത്തെ സംസ്ഥാനം നഷ്ടപ്പെടും. BJP പക്ഷെ അങ്ങനെയല്ല.
20% വരുന്ന മുസ്ലിങ്ങളുള്ള യു പിയിൽ മുസ്ലിങ്ങളെ പരിഗണിക്കുന്നില്ലെന്നുള്ളതല്ല, അവരില്ലാത്ത രാഷ്ട്രീയവും നടക്കുമെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു ശൈലിയാണ് BJPയുടെ. പക്ഷെ അത് തന്നെയായിരിക്കും പശ്ചിമ ബംഗാളിലും സംഭവിക്കാൻ പോകുന്നത്. 20% മുസ്ലിങ്ങൾ വെല്ലുവിളിച്ചാലും ഇതൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയമുണ്ട്, അതിനുള്ള വോട്ട് ഇവിടെ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലിയിലേക്കായിരിക്കും പശ്ചിമ ബംഗാൾ BJP പോകാൻ പോകുന്നത്. ഇവിടെ ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെ മാറ്റം സംഭവിക്കും. ഈ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി അല്ലെങ്കിൽ 1-2 സീറ്റ് വന്നാൽ ആ മാറ്റത്തിന് ആക്കം കൂടും. അപ്പം ഇവിടെ ഒന്ന് നശിച്ചാലേ ഒന്നിന് സ്പേസ് ഉണ്ടാവുമെന്ന് പറയുന്ന പോലെ ആദ്യമേ ഈ 2% വ്യത്യാസമാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം അപകടത്തിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ ഹിന്ദുക്കൾ മാറി ചിന്തിച്ചു തുടങ്ങി. ഇവിടുത്തെ പാർട്ടിയുടെ ചില നയങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി കൃത്യമായ മുസ്ലിം പ്രീണനം അത് വരുത്തിക്കൊണ്ട് വരികയും അത് ഞാൻ പറഞ്ഞില്ലേ, ഒരിടത്തോട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ശ്രദ്ധ മാറ്റിയാൽ മറ്റത് അങ്ങ് മാറിപ്പോകും. ഇപ്പൊ 10 പേര് ഒരുമിച്ച് നിൽക്കുകയാണ്, അതിനകത്ത് 2 പേര് ഗൂഢാലോചനയ്ക്ക് വേണ്ടി അങ്ങോട്ട് മാറിയാൽ ഈ 8 പേര് അവർ ഗൂഢാലോചന നടത്തുന്നുണ്ടെങ്കിൽ തന്നെ ഈ 8 പേര് ഒരു കാലക്രമേണ ഒരു ഒരെണ്ണത്തിന്റെ ഭാഗമായിട്ട് മാറും. ഇപ്പൊ ഇവിടെ കേരളത്തിൽ സംഭവിക്കുന്നതാണ്. CPM എന്ന് പറയുന്ന പാർട്ടി മുസ്ലിങ്ങളെ സ്നേഹിക്കാൻ പോകുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ഹിന്ദുക്കൾ ആ സ്നേഹം കൂടുതലാവുന്നത് മനസ്സിലാക്കി അവർ മാറിപ്പോകുന്ന ഒരു അവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ BJPയുടെ വളർച്ച കൊണ്ട് ആദ്യം സംഭവിക്കാൻ പോകുന്ന കോട്ടം CPM-നായിരിക്കും. ഈ പറഞ്ഞ ശതമാനക്കണക്ക് ശരിയാകും. രണ്ടാമത് കോൺഗ്രസിന്റെ വോട്ടെന്ന് പറയുന്ന ക്രിസ്ത്യൻ വോട്ടിനകത്ത് ചോർച്ച സംഭവിച്ചാൽ അതും കൂടെ കൂടി ചേരുമ്പോഴത്തേന് പിന്നെ BJPയുടെ അപ്രമാദിത്വം ഇവിടെ വരികയും BJP അധികാരത്തിൽ വരികയൊക്കെ ചെയ്യും. അത് ഈ പറയുന്നത് ഈ ഇലക്ഷനോടുകൂടി നമുക്ക് അതിനകത്ത് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ട് വരാൻ പറ്റും. ഞാനീ പറഞ്ഞ സർവേയിൽ വന്ന 2%, കാരണം സർവേ വളരെ ഇപ്പോൾ തന്നെ സാർ പരിശോധിച്ചാൽ ടൈംസ് നൗ സർവേയിൽ UDF-ന് 14 മുതൽ 15 സീറ്റ് വരെയാണ്. അതിനകത്ത് LDF-ന് 4 സീറ്റ് പറയുന്നുണ്ട്, BJPക്ക് 1 സീറ്റ് പറയുന്നുണ്ട്. രണ്ടാമത് ABC വോട്ടർ സർവേ 17 മുതൽ 19 വരെ UDF-ന് പറയുന്നുണ്ട്. അതിനകത്ത് 19 വരെ UDF-ന് പറയും. എല്ലാവരും പറയുന്നത് LDF-ന് ഒന്നും പറഞ്ഞിട്ടില്ലെന്നുള്ളത്. ഇത് ഇന്ത്യ മുന്നണിക്കാണ് 17 മുതൽ 19. അവർ ഇത് രണ്ടുകൂടെ ഒന്നിച്ചാണ്, അങ്ങനെയാണല്ലോ പറയേണ്ടത്. ഇന്ത്യ മുന്നണി എന്നാണല്ലോ പറഞ്ഞത്, അവർ ഒന്നിച്ചാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഈ LDF-ന് 0 എന്ന് പറഞ്ഞ ഇവിടെ പ്രചരണം വന്നേക്കുന്നത്. അവർ 0 അല്ല പറഞ്ഞേക്കുന്നത്. അവിടെയും 1 സീറ്റ് BJPക്കുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ഒരു സീറ്റ് പറയുകയാണ്, അല്ലാതെ 0-1 എന്നല്ല, 1 സീറ്റ് പറയുകയാണ്. ഇന്ത്യ ടുഡേയുടെ സർവേ 17 മുതൽ 18 വരെ, അവിടെ 1 സീറ്റ് LDF-ന് പറയുകയാണ്. അവിടെ 2 മുതൽ 3 സീറ്റ് വരെ BJPക്ക് പറയുക. 2 മുതലാണ് 2 മുതൽ 3 സീറ്റ് വരെ. ഇന്ത്യ TV CN 13 മുതൽ 15 വരെ UDF-ന് പറയാണ്. LDF-ന് 3 മുതൽ 5 വരെ, അവിടെ 1 മുതൽ 3 വരെ BJPക്ക് പറയുകയാണ്. ഒരിടത്തും 0 തുടങ്ങുന്നില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. TV9 16 UDF, 3 LDF, 1 BJP. ഇതുവരെ ഈ ഉള്ള മുൻകാലങ്ങൾ സർവേ പരിശോധിച്ച് 0-1 എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം, 1 പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇവിടെയൊക്കെ BJPക്ക് 0 പറഞ്ഞു. അപ്പോൾ അത് 1 സീറ്റ് BJP കേരളത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാവും എന്നാണ് എല്ലാ സർവേകളിലും വരുന്ന റിപ്പോർട്ട്. അത് ആ 1 സീറ്റ് ഉണ്ടാകുകയും കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങുകയും ഈ പറഞ്ഞ പോലെ 2% വോട്ടിൻ്റെ വ്യത്യാസമൊക്കെ ഉള്ളതെങ്കിൽ അധികം താമസിയാതെ തന്നെ ഒരു പാർട്ടിയുടെ മരണമണി മുഴങ്ങി എന്നുള്ളത് നമുക്ക് ഇനി എത്ര പിടിച്ചു നിർത്തിയാലും ശരിയാവാങ്കില്ല. കാരണം പിടിച്ചു നിർത്തിയാലും കേന്ദ്രത്തിൽ വീണ്ടും BJP അധികാരത്തിൽ വരികയാണ്. അപ്പം മാറ്റത്തിന് ജനത്തിന് ഇനി മാറത്തില്ല എന്ന് തോന്നൽ വന്നു കഴിഞ്ഞാൽ BJPയുടെ കൂടെ ആള് നിൽക്കും. അത് ഇവിടുത്തെ ഹിന്ദു വോട്ടുകൾ ആദ്യം വരും. ആ ഹിന്ദു വോട്ടുകൾ ആദ്യം വന്നു കഴിഞ്ഞാൽ CPM-നെ അപകടത്തിൽപ്പെടുത്തും. അതിനുശേഷം ക്രിസ്ത്യൻ വോട്ടുകൾ വരും, BJPയുടെ അധികാരത്തിൽ വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ 2% സത്യസന്ധമായി അത് ശരിയാവുകയാണെങ്കിൽ അതെ, ഇനി ഒരു തിരുത്തലിന് പോലും സമയമില്ല. കാരണം സാർ ഈ പറയുന്ന കണക്കല്ലേ, ഈ ഒരു പാർട്ടിയൊക്കെ ഉരുത്തിരിഞ്ഞ് വരെ 100 കൊല്ലം കൊണ്ടാണ്. അതിനകത്ത് ഒരു മാത്രവുമല്ല, കോൺഗ്രസ് കൂടുന്ന പോലെ CPM പൊളിഞ്ഞാൽ കൂടത്തില്ല. ഇതൊരു കൃത്യമായ നമ്മൾ ഈ പറഞ്ഞ കേഡർ സ്വഭാവമുള്ള പാർട്ടി, ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടി, അത് ശ്രദ്ധിച്ചാൽ മതി. ലോകത്തെവിടെയും കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടി പൊളിഞ്ഞു പോയാൽ തിരിച്ചു കൂട്ടിക്കെട്ടുന്നതിന് വളരെ പ്രയാസമാണ്. അതേസമയം കോൺഗ്രസിനെ പോലൊരു ജനക്കൂട്ടത്തെ വിളിച്ചു കൂട്ടുക അതുപോലെയല്ല. CPM-നെ പോലുള്ള പാർട്ടി തകർന്നു പോയി. അതുകൊണ്ടാണ് ബാക്കി പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ വീണ്ടും അതിനെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടി വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കാരണം ഈ കേഡർ സ്വഭാവം 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഉണ്ടാകുന്ന വളരെ കാലം കൊണ്ട് പടുത്തെടുക്കുന്ന ഒരു സാധനമാണ്. ആ കേഡർ സ്വഭാവത്തിൽ വരുന്നൊരു സാധനം പൊളിഞ്ഞു പോയാൽ വീണ്ടും ആ പൊളിഞ്ഞവർ വരത്തില്ല, വീണ്ടും വേറെ സംവിധാനം ഉണ്ടാക്കിയെടുത്തത് കൊണ്ടുവരണം.
അതിന് വളരെ ദീർഘകാലമെടുക്കും. അപ്പം അടുത്ത കാലത്തെങ്കിലും നമുക്കിത് അങ്ങനെ വന്നാൽ തിരിച്ച് ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം അത് നമുക്ക് ജൂൺ 4-ാം തീയതി ശതമാനം നോക്കുമ്പോൾ മനസ്സിലാവും. ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഉത്തരം ജൂൺ 4 ശതമാനം നോക്കുമ്പോൾ മനസ്സിലാവും. ഈ 2% എന്നുള്ളത് വളരെ ഗൗരവത്തിൽ കേരള രാഷ്ട്രീയത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്, അത് CPM-നെ ബാധിക്കുന്ന ഒരു വിഷയമാണ്.